മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഇതാ മറ്റൊരു സംസ്ഥാനത്ത് കൂടി ബി.ജെ.പിയുടെ തേരോട്ടം. പടിഞ്ഞാറൻ ഇന്ത്യയിൽ കാവിത്തരംഗം ആഞ്ഞു വീശുകയാണ്. ഗോവയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയെ നിഷ്പ്രഭരാക്കി ബി.ജെ.പി വൻ വിജയം കൊയ്തിരിക്കുന്നു. ഇത് വെറുമൊരു വിജയമല്ല, വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടങ്ങൾക്കുള്ള വ്യക്തമായ സൂചനയാണ്. ഗോവയിലെ 50 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലേക്ക് നടന്ന പോരാട്ടത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ ബി.ജെ.പി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ്. ബി.ജെ.പി ഒറ്റയ്ക്ക് നേടിയത് 30 സീറ്റുകൾ. ദേശീയ പാർട്ടിയായ കോൺഗ്രസ് വെറും 8 സീറ്റുകളിൽ ഒതുങ്ങി. വൻ അവകാശവാദങ്ങളുമായി എത്തിയ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത് വെറും 2 സീറ്റുകൾ മാത്രം. സ്വതന്ത്രർ 5 സീറ്റുകളും മറ്റുള്ളവർ ബാക്കി സീറ്റുകളും പങ്കിട്ടു. സംസ്ഥാനത്തെ 1284 പോളിംഗ് സ്റ്റേഷനുകളിലായി നടന്ന വോട്ടെടുപ്പിൽ 71% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ച തെരഞ്ഞെടുപ്പിലാണ് ജനവിധി ബി.ജെ.പിക്ക് അനുകൂലമായി മാറിയത്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി സഖ്യത്തിന് ലഭിച്ച വൻ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് ഗോവയിലും ബി.ജെ.പി കരുത്ത് കാട്ടുന്നത്. മോദി സർക്കാരിന്റെ വികസന നയങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനും ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടാണ് ഈ വിജയം വിലയിരുത്തപ്പെടുന്നത്. അതേസമയം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഗോവയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ഗോവയിൽ താമര വിരിഞ്ഞത് പ്രതിപക്ഷത്തിന് വലിയ ഒരു പാഠമാണ്. കാവി കൊടുങ്കാറ്റിൽ തകർന്നുപോയ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇനി എളുപ്പ വഴികളില്ല. ബി.ജെ.പിയുടെ ഈ വിജയം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിമാറുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.